ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഗ്രാൻഡ് മോസ്കിൽ വന്നിരിക്കുകയാണ്, അബുദാബിയിലുള്ള. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിത് അതിൻ്റെ എൻട്രൻസിൽ വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ പയ്യെ ഇനി അങ്ങോട്ട് ബുക്കിംഗ് ചെയ്തിട്ട് പയ്യെ അങ്ങോട്ട് ഫ്രീ ബുക്കിംഗ് ആണ്, അത് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കാൻ പോകണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 6 PM ആയിട്ടോ, പക്ഷേ ഒരു 3 o'clock ലൈറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയാണ് ഇവിടെ. അതെ, നമ്മുടെ പുറകിലൊരു ഡോം കണ്ടില്ലേ? ഈ ഡോമിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് ബുക്കിംഗ് ചെയ്യണം ഇവിടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴെ പോയി ബുക്കിംഗ് ചെയ്തിട്ട് ആ വഴി എന്തോ പാസേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ ഡോമിൻ്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. നമ്മളിത് വെൽക്കം ടു സൂഖ് അൽ ജാമി എന്ന് എഴുതിയിട്ടുണ്ട്. സെൽഫ് ബുക്കിംഗ് ആണ് വരുന്നത്. പിന്നെ ഇത് ഡ്രസ് കോഡാണ്. ഇതുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവർ അലൗ ചെയ്യുള്ളൂ. കുറച്ച് റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് റിഫ്രഷ് ആവണമെങ്കിൽ കുറച്ച് ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ. ജ്യൂസോ ഐസ്ക്രീംസോ എന്തെങ്കിലും കഴിക്കാനൊക്കെ നമ്മളെന്തായാലും ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കാണ് മനസ്സിലായത് ഇങ്ങനത്തെ ഉടുപ്പിട്ടാൽ മാത്രമാണ് നമുക്കിവിടെ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിത് ഇവിടെ നിന്ന് ഒരു ഉടുപ്പ് മേടിക്കട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ കയറിയ ഷോപ്പിൽ തന്നെ കുറേ ലൈറ്റ്സും ഡെക്കോറും ഒക്കെയാണ് കേട്ടോ. നല്ല രസമാണ്. ന്യൂ കോസ്റ്റ്യൂമിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. മൈ ന്യൂ കോസ്റ്റ്യൂം ഇതിലിട്ടാൽ മാത്രമല്ല നമ്മൾ കയറ്റും പോകുന്നത്. റൂം കവർ ചെയ്താലുണ്ടോ നമ്മൾ ഇവരെ ഉള്ളിൽ കയറ്റുള്ളൂ. അതുകൊണ്ട് ഇതിന് തന്നെ ഈ സൂക്കറുള്ളതുകൊണ്ട് അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് കവർ ചെയ്തു. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് കേട്ടോ. ഇത് കുറച്ച് റൂൾസാണ് കേട്ടോ. കുറച്ച് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റ്സൊക്കെ കാണാൻ. ഇത് നമ്മൾ മോസ്കിലേക്ക് പോകുന്ന വഴി ആ പാസേജിലുള്ള കുറച്ച് ഷോപ്സാണ് കേട്ടോ. അപ്പോൾ ഈ ലൈറ്റ്സൊക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാൻ. നല്ല കുപ്പായൊക്കെ ഇട്ട് ഈ കുപ്പായൊക്കെ ഇട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഇവിടെ സ്കാൻ ചെയ്യുക, എന്നിട്ട് നമ്മൾ കയറാൻ പോവാം. സ്കാൻ ചെയ്തിട്ട് ഈ പാസേജിൽ ഫുള്ള് ഇതിൻ്റെ കുറച്ച് ഹിസ്റ്ററിയും എങ്ങനെയാണ് ബിൽഡ് ചെയ്തതെന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പോവാണ് കേട്ടോ. പുറകിൽ മോസ്ക. നമ്മൾ കയറാൻ പോവാണ്. ഇത് 360 ഡിഗ്രി പിടിച്ചാൽ എത്രയാണ്. ഇതൊരു ഓപ്പൺ ഏരിയ ആണ് കേട്ടോ. ഇത് മുകളിൽ ആക്ച്വലി സ്കൈ ആണ്. നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞൊന്നും കാണാൻ പറ്റില്ല. ഇത് ആക്ച്വലി എന്തോ ഒരു വെള്ളം. പില്ലേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഫുൾ ഓഫ് പില്ലേഴ്സാണ്. നമുക്ക് ചുറ്റും ഇങ്ങനെ കുറേ പില്ലേഴ്സ് ഉണ്ട്. നല്ല ഭംഗിയുള്ള പില്ലേഴ്സ്, നല്ല
വൈറ്റാണ്, നല്ല ലൈറ്റിംഗ് ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ്. രസമാണ്. ഈ പർട്ടിക്കുലർ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോഗ്രാഫിയും ഫോട്ടോസും വീഡിയോ ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ് കേട്ടോ. ബിക്കോസ് അത് പ്രയറിനുള്ള ഏരിയ ആണ്. അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ വരുന്നത് കേട്ടോ. രാത്രിയൊക്കെ ഇത് കാണാൻ കുറച്ചുകൂടി ഭംഗിയായിട്ടോ. ഇത് ആക്ച്വലി നമ്മൾ പടം വരച്ച് വെച്ചിരിക്കുന്ന പോലെ. ഇത് ആക്ച്വലി ആ സ്കൈയും പിന്നെ ആ ഒരു ഡോമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് സ്കൈ ഒക്കെ ഉണ്ടല്ലേ, ആക്ച്വൽ സ്കൈ ആണ് ഇതൊക്കെ. പിന്നെ എലിസബത്ത് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രാൻസിസ് പാപ്പ ഈ മോസ്ക് വിസിറ്റ് ചെയ്തതിൻ്റെ ഹായ് ഓൾ. അപ്പോൾ നമ്മൾ മോസ്ക് ഒക്കെ കണ്ട് 8 മണിയായി ഇവിടെ. നമ്മൾ തിരിച്ചു പോവാണ്.